വിനീത സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാത്സിന്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് എടുക്കുന്നത്. അതായത് ആ മിസ്സാ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? ആ സ്ക്രീൻ കാണുന്നില്ലേ? ആ കാണുന്നുണ്ട്. ആ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്ക്രീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഡിസ്ക്രീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഡാറ്റേനെ സമ്മറൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് പറഞ്ഞാൽ മെഷർ ചെയ്യാനും പറ്റും, വിഷ്വലൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഡിസ്ക്രീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടുത്ത പോയിന്റ് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് യൂണിവാരിയറ്റ് ഡാറ്റ. യൂണിവാരിയറ്റ് ഡാറ്റ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ വാരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയിൽ ഒരു സിംഗിൾ വാരിയബിൾ മാത്രം ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്നതിനെയാണ് യൂണിവാരിയറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുമ്പോൾ ഹൈറ്റ്, ഒരാളുടെ ഹൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. അതുപോലെ ഏജ്, ഇൻകം, ടെസ്റ്റ് സ്കോർ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വരാം. അത് യൂണിവാരിയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റനെ സമ്മറൈസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ വാരിയബിൾ ആയിരിക്കും. അങ്ങനെ വരുന്നതാണ് യൂണിവാരിയറ്റ്. അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഗ്രൂപ്പിംഗ് ഓഫ് ഡാറ്റ. ഗ്രൂപ്പിംഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഇൻടു ഡാറ്റ ഇൻ ഡിഫറെന്റ് കാറ്റഗറി ബേസ്ഡ് ഇൻ സെർട്ടൻ ക്യാരക്ടേഴ്സ്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ഏജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏജ് ഇപ്പൊ 9 ആണ് ഏജ് എന്ന് പറയുമ്പോൾ 9 ഏജിൽ ഒന്നിൽ കൂടുതൽ വാല്യൂ വരാം. എന്നുവെച്ചാൽ ഒന്നിൽ കൂടുതൽ പേര് 9 എന്ന ഏജിൽ വരാം. അപ്പൊ നമുക്കൊരു ക്ലാസ് ഇന്റർവൽ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. 0 to 10, 0 to 10 എത്ര പേര്, അതുപോലെ 11 to 20 അതിനിടയിൽ എത്ര പേര്, അങ്ങനെ നമുക്ക് ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഗ്രൂപ്പ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഏജ് നമുക്ക് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ റേഞ്ച് വെച്ചുകൊണ്ട് ഏത് റേഞ്ച് ആണോ പറയുന്നത് ആ റേഞ്ചിൽ എത്ര എണ്ണം എത്ര പ്രാവശ്യം വരുന്നു അത് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ രണ്ട് ടൈപ്പാണ് പറയുന്നത്, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്താൽ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പീപ്പിളിന്റെ കേസ് എടുക്കുമ്പോൾ ജെൻഡർ നമുക്ക് 3 കേസിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ന്യൂമർ വാല്യൂ വെച്ചിട്ട് പറയാൻ പറ്റില്ല. ന്യൂമർ വാല്യൂ വെച്ച് പറയാൻ പറ്റാത്തത് ബ്ലഡ് ടൈപ്പ്, ഒക്യുപ്പേഷൻ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ അണ്ടറിൽ വരും എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂമറിക് വാല്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏജ് ഗ്രൂപ്പ്, എക്സാമിൽ സ്കോർ ചെയ്ത മാർക്ക്, അത് ഇൻകം ലെവൽ, അതൊക്കെ നമുക്ക് ക്വാളിറ്റി ഡാറ്റ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോ, ആവശ്യം മാത്രം ഓൺ ആക്കിയാൽ മതി. അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. ഇനി അടുത്ത പറയുന്നത് ടാബുലേഷൻ ആണ്. ടാബുലേഷൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഡാറ്റനെ കമ്പയർസ് ചെയ്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് വെക്കാന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേബിൾ ആണ് ഫസ്റ്റ് അതിൽ പോയിന്റ് വരുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കോമൺ ഫോം ഉണ്ടായിരിക്കും ടാബുലേഷൻ, യുണീക്ക് വാല്യൂ അല്ലെങ്കിൽ റേഞ്ച്. അതൊക്കെ നമുക്ക് ഇപ്പൊ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ 0 to 10 ഇത്ര പേര്, 10 to 20 ഇത്ര പേര്, 20 to 30 5 പേര്, അങ്ങനെ നമുക്ക് ആ റേഞ്ചിനുള്ളിൽ വാല്യൂസിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടൈം ഓഫർ ചെയ്യാൻ പറ്റും. ഒരു ഡാറ്റാ സെറ്റിനെ ഒന്നിൽ കൂടുതൽ ടൈം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ക്ലിയർ ആണോ? അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ രണ്ട് കേസാണ് പറഞ്ഞത്. യൂണിവാരിയറ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ടാബുലേഷൻ പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും പറയാൻ പറ്റി. ടാബുലേഷൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എല്ലാം പറഞ്ഞു. ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റയാണ് നമുക്ക് എങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചെയ്യാം. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ തന്നെ അതിന്റെ പാറ്റേൺ അനുസരിച്ച് അതിന്റെ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് അതിനെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് വരച്ച് കാണിക്കാൻ പറ്റും. അങ്ങനെ വരച്ച് വിഷ്വലൈസ് സമ്മറി ആയിരിക്കും നമുക്ക് അതിന്റെ ഡാറ്റ കിട്ടാം. ഡാറ്റ കൊടുത്തിട്ടുണ്ട്, ആ ഡാറ്റേനെ വിഷ്വലൈസ് സമ്മറി ആകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും അത് അനലൈസ് ചെയ്യാനും പറ്റും. ആ മെത്തേഡിനാണ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ രണ്ടുള്ള വരുന്നതാണ് ഹിസ്റ്റോഗ്രാം. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്.
ഇപ്പൊ ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ ബാർ ചാർട്ട് ആയിരിക്കും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ബാർ ചാർട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യും. അതിൽ എക്സ് ആക്സിസ് ഉണ്ടായിരിക്കും, വൈ ആക്സിസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നോക്കിയേ, ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് റേഞ്ച് ഓഫ് ഹൈറ്റ് ഓഫ് ട്രീ 100 തുടങ്ങി 150 വരെ, 150 to 200, 200 to 250 അങ്ങനെ റേഞ്ച് തന്നിട്ടുണ്ട്. റേഞ്ചിൽ എത്ര നമ്പർ ഓഫ് ട്രീസ് വരുന്നുണ്ട്. 2, 10, 6, 3, 7 എന്നുള്ളത് വാല്യൂ കിട്ടി. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇതിനെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്, ഇത് വൈ ആക്സിസ്. അപ്പൊ എക്സ് ആക്സിസിൽ ഹൈറ്റ് കൊടുത്തു, വൈ ആക്സിസിൽ നമ്പർ ഓഫ് ട്രീസ് കൊടുത്തു. എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് 100 to 50 to 2. 100 to 50 എടുക്കുക, 100 to 52 വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാം. അതുപോലെ 50 to 200 ഇത് ഗ്രാഫ് ഇതുപോലെ ഗ്രാഫ് അടുപ്പിച്ചടുപ്പിച്ച് ടച്ച് ചെയ്ത് വരച്ചു പോകും. ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയാം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ടേമാണ് ഹൈറ്റും നമ്പർ ഓഫ് ട്രീസ് തന്നിട്ട് നമുക്ക് ഗ്രാഫിൽ എക്സിലും വൈ ആക്സിസിലും വെച്ചിരുന്നത് ഏതാണോ റേഞ്ച് താഴെ കൊടുക്കുക, എത്രയാണോ നമ്പർ ആവർത്തിക്കുന്നത് അത് ഫ്രീക്വൻസി മുകളിലേക്ക് കൊടുത്തുകൊണ്ട് ഗ്രാഫ് ടച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവസാനിപ്പിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അടുത്തതിൽ അവസാനിപ്പിച്ച് ഇങ്ങനെ നമുക്ക് ടച്ച് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാം. ഇനി അടുത്ത് പറയുന്നത് ബാർ ചാർട്ട്. ബാർ ചാർട്ട് പറയുമ്പോൾ നേരത്തെ കൊടുത്ത പോലെ തന്നെയാണ്, പക്ഷേ ഇതൊരു ബാർ സ്പേസ് ഇടയിൽ സ്പേസ് ഉണ്ടാവും. ഹിസ്റ്റോഗ്രാമിന് ഇടയിൽ സ്പേസ് ഉണ്ട്. തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ബാർ ചാർട്ടും ഹിസ്റ്റോഗ്രാം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. മറ്റോടത്ത് സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ഓരോ ബാറും അടുപ്പിച്ചടുപ്പിച്ചാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തായിരിക്കും തന്നിരിക്കുക. അതും ഇതുപോലെ റേഞ്ച്. ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് ലൈക്ക് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് റേഞ്ച് തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്പർ ഓഫ് പീപ്പിൾസ്. ഇതുപോലെ നമുക്ക് ടച്ച് ചെയ്യാണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വരയ്ക്കാം. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, ബൈ ചാർട്ട്, ബാർ ചാർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഹിസ്റ്റോഗ്രാം പറഞ്ഞു, ബാർ ചാർട്ട് പറഞ്ഞു. ഇനി അടുത്ത് വരുന്നത് പൈ ചാർട്ട്. പൈ ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, ഹോബീസ് ഉണ്ട്. ഇതുപോലെ ടേബിൾ ആക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസും ടേബിൾ ആക്കി എഴുതി. അതിന് ശേഷം ഇത് നമുക്ക് ഇതാണ് നമ്മുടെ പൈ ചാർട്ടിന്റെ രൂപം. ഇങ്ങനെയാണ് പൈ ചാർട്ട് വരാം. അപ്പൊ ഇതിൽ ഇത്ര പെർസെന്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതില് തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം, അത് ഈ നമ്പേഴ്സ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യാം. 60, 20, 10, 30, 24 തമ്മിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന നമ്പർ നമുക്ക് 100 കിട്ടി. ഈ 100 ഓരോ നമ്പറിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അതായത് 60 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 നമുക്ക് 60% കിട്ടും. സാധാരണ പെർസെന്റേജ് കാണും. അടുത്ത നമ്പർ ഇതുപോലെ പെർസെന്റേജ് ആണ്, അടുത്ത നമ്പർ പെർസെന്റേജ് ആണ്, പെർസെന്റേജ്. അപ്പൊ ഇതാണ് നമ്മുടെ പെർസെന്റേജ് കാണുന്നത്. അത് ഈ ഗ്രാഫിൽ ഈ കാണുന്ന പെർസെന്റേജ്. ഇപ്പൊ നമ്മളെ കൊടുത്ത പെർസെന്റേജ് ആണ് ഈ കാണുന്നത്. പൈ ചാർട്ടിൽ 3, 4, 5 സ്ലൈഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 സ്ലൈഡിലും പെർസെന്റേജ് ആണ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ നമ്പർ ഡിവൈഡ് ബൈ 100 നമ്മൾ ഇവിടെ ടോട്ടൽ. അപ്പൊ തന്നിരിക്കുന്ന നമ്പർ ഏതാണോ അത് ഫസ്റ്റത്തെ നമ്പർ ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെന്റേജ്. ഇങ്ങനെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ഈ ആംഗിൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ ഡിവൈഡ് ബൈ ടോട്ടൽ വാല്യൂ ഇൻറ്റു 360. 360 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് ഈ ആംഗിൾ മൊത്തം എടുക്കുമ്പോൾ 360 ആണ്. അപ്പൊ ഇതിന് ഓരോ പെർസെന്റേജും, അതായത് 60 ഇൻറ്റു 100. ആംഗിൾ എടുക്കുന്ന ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഇപ്പൊ പെർസെന്റേജ് കണ്ടെത്തിയിട്ടില്ലേ? ഈ പെർസെന്റേജ് 60, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇതാണ് 60, 20, 10, 30, 40, 24. ഈ വാല്യൂസിൽ ഫസ്റ്റത്തെ ഈ വാല്യൂ 60. അല്ല, അതല്ല. 60 നമ്മൾ ചെയ്യണം. 60 ആണ് വാല്യൂ. ഡിവൈഡ് ബൈ ടോട്ടൽ വാല്യൂ ഓഫ് ഡാറ്റ. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 100 ഇൻറ്റു 360. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 57.6 കിട്ടും. അതുപോലെ അടുത്ത വാല്യൂ എടുക്കാം. അടുത്ത വാല്യൂ 20 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 360 ഈക്വൽ ടു 72.
ഇതുപോലെ ഓരോ വാല്യൂ എടുത്തിട്ട് ഈ ആംഗിൾ ആണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഈ പെർസെൻറ്റേജ് ആംഗിൾ ഇവിടെ വരുന്ന ആംഗിൾ. അപ്പൊ നമുക്ക് പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ഈ കാണുന്ന പെർസെൻറ്റേജ് കിട്ടി, അതുപോലെ ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് പൈ ചാർട്ട് വരാം. ക്ലിയർ ആണോ? ഹലോ. ക്ലിയർ. ഇനി അടുത്തത് ലൈൻ ഗ്രാഫ്. ലൈൻ ഗ്രാഫ് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നേക്കാൻ നോക്കിയാൽ നമ്പർ ഓഫ് ഡേയ്സ് വന്നിട്ടുണ്ട്, അതുപോലെ ആബ്സെന്റീസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേയിൽ 5 ആബ്സെന്റീസ്, സെക്കൻഡ് ഡേയിൽ 10 ആബ്സെന്റീസ്, 3 ഡേയ്സിൽ 15 ആബ്സെന്റീസ്, 4ൽ 10. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇതിങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുന്ന എക്സ് ആക്സിസ്, മുകളിലേക്ക് വരയ്ക്കുന്നത് വൈ ആക്സിസ്. എന്നിട്ട് ഇതിൽ ഇന്റർവെൽ സെറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ 1 2 3 4 ആണ് നമ്പർ ഓഫ് ഡേയ്സ് കൊടുത്തേക്കുന്നത്. അതുപോലെ 1 2 3 4 ഇവിടെ ഡേയ്സ് സെറ്റ് ചെയ്യാം. ഇപ്പുറത്ത് ആബ്സെന്റീസ് 5 10 50 10. അപ്പൊ നമുക്കൊരു ഇന്റർവെൽ എന്തെങ്കിലും കൊടുക്കാം, 5 10 50 20. അതായത് 5 വെച്ച് ആഡ് ചെയ്യുന്ന ഒരു ഇന്റർവെൽ ഇവിടെ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വാല്യൂ കൊടുക്കുക. ഫസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സിൽ 1ലുള്ള ആബ്സെന്റ് 5. അപ്പൊ ഈ 1ല് 5 ഇവിടെ പോയിന്റ് ചെയ്തു. ഇനി അടുത്ത് 2 10ല് ഇവിടെ പോയിന്റ് ചെയ്തു, 3 50 പോയിന്റ് ചെയ്തു, 4ൽ 10 പോയിന്റ് ചെയ്തു. അതിനുശേഷം ഈ പോയിന്റുകൾ തമ്മിൽ ലൈൻ വെച്ച് കണക്ട് ചെയ്യും. ആ ലൈൻ വെച്ച് കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇതില് ടൈപ്സ് ഓഫ് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്, അതിൽ മൾട്ടിപ്പിൾ ലൈൻ, സിംഗിൾ ലൈൻ, മൾട്ടിപ്പിൾ ലൈൻ, കോമ്പൗണ്ട് ലൈൻ, 3 തരത്തിലുള്ള ലൈൻ ഗ്രാഫാണ് നമുക്കുള്ളത്. സിംഗിൾ ലൈൻ, മൾട്ടിപ്പിൾ ലൈൻ, കോമ്പൗണ്ട് ലൈൻ. സിംഗിൾ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ട് വരുന്നത് ഒറ്റ ലൈൻ ഉണ്ടായിരിക്കുള്ളൂ. ഒറ്റ സിംഗിൾ ലൈൻ വെച്ചുകൊണ്ട് 2 വാരിയബിളിന്റെ റിലേഷൻഷിപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്തതുപോലെ ഒറ്റ ലൈനേ ഉള്ളൂ. ഒറ്റ ലൈൻ വെച്ചിട്ട് ഡേയ്സിന്റെയും ആബ്സെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടെ കാണാൻ പറ്റും. ഇതുപോലെ മൾട്ടിപ്പിൾ ലൈൻ ആണെന്നുണ്ടെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന 2 or more ലൈൻസ് ഉണ്ടായിരിക്കും. ഒറ്റ ലൈൻ അല്ല, ഒന്നിൽ കൂടുതൽ ലൈൻ വരും. ഇതേപോലെ ഒരു ലൈൻ ഇവിടെ വരച്ചു, അടുത്ത ലൈൻ ഇവിടെ വരച്ചു. ഒറ്റ ഗ്രാഫിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ലൈൻസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമുക്ക് മൾട്ടിപ്പിൾ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് കോമ്പൗണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്തു, സെക്കൻഡ് ലൈൻ റെപ്രസെന്റ് ചെയ്തു, തേർഡ് ലൈൻ റെപ്രസെന്റ് ചെയ്തു. ഇത് നമുക്ക് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിൽ എളുപ്പത്തിൽ മറ്റേതിനേക്കാൾ എളുപ്പത്തിൽ ഓരോ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ റിലേഷൻഷിപ്പ് നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഡിഫറെന്റ് വാരിയബിൾ ആയിരിക്കും സിംഗിൾ ഗ്രാഫിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് കോമ്പൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, നമുക്ക് വിഷ്വലൈസ് ഡാറ്റ എളുപ്പത്തിൽ ഡാറ്റയെ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ എന്താണ് ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഓവർവ്യൂ ഓഫ് ഡാറ്റയുടെ മൊത്തം ഓവർവ്യൂ ക്ലിയർ ആയിരിക്കും. എളുപ്പത്തിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ലൈൻ ഗ്രാഫ് വെച്ചുകൊണ്ട്. അതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റും ഡാറ്റ ഈസിലി ഏതാണ് വന്നേക്കുന്നത്, എന്നിട്ട് ഏതാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ലൈൻ വെക്കുമ്പോൾ ഇവിടെ ചെന്നപ്പോൾ താഴേക്ക് പോയി സ്ട്രൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിൽ ഏതാണ് വലുത്, ഏതാണ് ലാർജസ്റ്റ്, ബിഗ്ഗസ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻഎഫക്റ്റീവ് ആയിട്ട് കോംപ്ലക്സ് ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഎഫക്റ്റീവ് ആയിട്ട് മാറും. അതിലിപ്പോ ചെറിയ വാല്യൂസ് ഒക്കെ നമുക്ക് ഇതുപോലെ വരച്ചൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ ബൾക്കായിട്ട് ഡാറ്റ വലിയ ഡാറ്റയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കോംപ്ലക്സ് ഡാറ്റ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി ഇതുപോലെ ഒരെണ്ണമാണ് ബോക്സ് പ്ലോട്ട്. ബോക്സ് പ്ലോട്ട് വരുന്നതും മീഡിയൻ കോട്ടൈൽസ് ആൻഡ് അതർ കോട്ടൈൽസ് അത് വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ സ്യൂനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാനാണ് ബോക്സ് പ്ലോട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇനി വരുന്നത് ഫ്രീക്വൻസി കർവാണ്. ഫ്രീക്വൻസി കർവ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ലൈൻ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഡാറ്റ സെറ്റിൽ നമുക്ക് ഷേപ്പ് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ റെപ്രസെന്റ് ചെയ്യാനാണ് ഫ്രീക്വൻസി കർവ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി കർവിൽ നോർമൽ കർവ്, പോസിറ്റീവ്ലി സ്ക്യൂഡ് കർവ്, നെഗറ്റീവ്ലി സ്ക്യൂഡ് കർവ്, ബൈമോഡൽ കർവ്, 4 പറയുന്നത്. ഇതിൽ നോർമൽ കർവ് എന്ന് പറയുമ്പോൾ സാധാരണ ഇങ്ങനെ സെറ്റ് ചെയ്ത് മുകളിലേക്ക് വന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു കർവ് വരച്ച് കാണിക്കണം. സാധാരണ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്ന ഒരു കർവ്, ഇതാണ് നോർമൽ കർവ്. ഈ പോസിറ്റീവ്ലി കർവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് പോസിറ്റീവ്ലി കർവ്
ഓക്കെ. പോസിറ്റീവ്ലി കർവ് എന്ന് പറയുമ്പോൾ എ കർവ് യു ടു ദ റൈറ്റിലേക്കായിരിക്കും വരിക. മോസ്റ്റ് ഡാറ്റ പോയിന്റ് ആർ കോൺസെൻട്രേറ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് വിച്ച് ലോങ് ടൈൽ ഓൺ ദ റൈറ്റ്. അപ്പൊ റൈറ്റ് സൈഡിൽ ഇവിടെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് റൈറ്റ് സൈഡിൽ നീണ്ടു പോകും, ടൈലായിട്ട് പോകും ഒരു സൈഡിലേക്ക്. ഇത് പോസിറ്റീവ്ലി കർവ്. ഇതേപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോരുന്ന ഒരു തരത്തിലുള്ള ഇപ്പൊ ഇവിടത്തെ ടൈല് റൈറ്റ് സൈഡിലായിരിക്കും കൂടുതൽ, ഇവിടത്തെ ടൈല് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഇങ്ങനെയുള്ള കർവിനെയാണ് ഇതിനെ പോസിറ്റീവ് കർവ് എന്നും ഇത് നെഗറ്റീവ് കർവ് എന്നും പറയും. രണ്ട് തരത്തിലുള്ള കർവ് പറഞ്ഞു, പോസിറ്റീവ്ലി സ്ക്യൂഡ്, നെഗറ്റീവ്ലി സ്ക്യൂഡ്. അപ്പൊ ലെഫ്റ്റിലായിരിക്കും കണ്ടോ? വരയ്ക്കുന്നത് കാണുന്നില്ല. കാണുന്നില്ല. ഇപ്പോഴോ കണ്ടോ? ഇല്ല. കാണുന്നുണ്ടോ? അപ്പൊ കാണുന്നു. ഹലോ, കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പൊ നോർമൽ കർവ് എന്ന് പറയുമ്പോൾ താഴേന്ന് വന്നിട്ട് ഒരു പോയിന്റ് വന്നതിന് ശേഷം താഴേക്ക് വന്ന് താഴെ ലൈനിൽ കൂടെ തന്നെ അവസാനിക്കും. അതാണ് നോർമൽ കർവ്. പോസിറ്റീവ്ലി ക്യൂഡ് എന്ന് പറയുമ്പോൾ നോർമലി സ്റ്റാർട്ട് ചെയ്ത് ഒരു പീക്ക് പൊസിഷൻ വന്നു കഴിഞ്ഞ ശേഷം താഴോട്ട് വരും. അപ്പൊ താഴോട്ട് ഇങ്ങനെ കുറെ പോകുമ്പോ ഇങ്ങനെ ലോങ് ടൈല് റൈറ്റ് സൈഡിലേക്ക് പോകും. ഇങ്ങനെയുള്ള കർവിനെയാണ് നമ്മ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് താഴേന്ന് വന്നിട്ട് പീക്ക് പൊസിഷനിൽ വന്നിട്ട് പോകുമ്പോൾ അത് നെഗറ്റീവ് കർവായി. ക്ലിയർ ആണപ്പോ? അത് മൂന്നിടത്തിലുള്ള കർവ് കൂടെ പറഞ്ഞു. അതുപോലെ ബൈ മോഡൽ കർവ് എന്ന് പറയുമ്പോൾ ടു പീക്ക് ഉണ്ടായിരിക്കും. അത് ഡിസ്റ്റിന്റ് ഗ്രൂപ്പ് ഓഫ് മോഡ്സ് കിട്ടുന്ന രണ്ട് പീക്ക് പോയിന്റ് വരുന്നതാണ് നമ്മൾ ബൈ മോഡൽ കർവ് എന്ന് പറയുന്നത്. ഇനി ഈ ഫ്രീക്വൻസി കർവ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ അനലൈസിൽ നമുക്ക് ഈ ഫ്രീക്വൻസി കർവ് യൂസ് ചെയ്യാം. കമ്പാരിസന് വേണ്ടിയിട്ട് അവരെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിന് വേണ്ടി. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അതൊക്കെ ഞാൻ അടുത്ത ഭാഗമുള്ളതാണ്. അപ്പൊ ഡാറ്റ അനലൈസിസിലും കമ്പാരിസൺ ചെയ്യാനായിട്ട് അതുപോലെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിനൊക്കെ നമുക്ക് ഫ്രീക്വൻസി കർവ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതുവരെ ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ. ഇനി ഡിസ്ക്രീറ്റ് മെഷേഴ്സ് ആണ് പറയുന്നത് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ. സെൻട്രൽ ടെൻഡൻസി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഡിസ്പെർഷൻ ഇത് നമുക്ക് എന്താണെന്ന് നോക്കാം. സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നതാണ് മീൻ, മീഡിയൻ, മോഡ്.
മീൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് വാല്യൂസ്. അപ്പൊ നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ടാവും. x1, x2, x3, എക്സെട്ര xn വരെയുള്ള കുറച്ച് നമ്പർ തന്നിട്ടുണ്ടാവും. ഇതിന്റെ മീൻ കാണാന്ന് പറഞ്ഞാല് എക്സ് ബാർ ആണ് മീൻ നോട്ട് ചെയ്യുന്നത്. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. മീൻ കാണുന്നത് സാധാരണ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്പർ ഓഫ് ഒബ്സർവേഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എക്സ്. ഈ സിഗ്മ എക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് വിചാരിക്കുക. അതായത് ഓരോന്ന് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര xn വരെയുള്ള എല്ലാ നമ്പറും നമ്മൾ ആഡ് ചെയ്യുക. അത് സം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സം എന്ന് വെച്ചാൽ എക്സിന്റെ എല്ലാ നമ്പറേയും സമ്മേഷൻ ചെയ്യാനാണ് തരുന്നത്. അപ്പൊ എല്ലാ നമ്പറേയും ആഡ് ചെയ്തിട്ട് അതിന്റെ എണ്ണം കൊണ്ട്, അതായത് ഇത് 1, 2, 3 എത്ര എണ്ണമാണ് ഉള്ളത് ആ എണ്ണമാണ് n കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് മീൻ. കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ കാണാൻ പറ്റില്ല. ഹലോ കാണാൻ പറ്റുന്നുണ്ട്. ഹലോ ഇതിവിടെ മീൻ എന്ന് പറഞ്ഞാല് സെറ്റ് ഓഫ് വാരിയബിൾ വാല്യൂസ് എന്തായിരിക്കും? x1, x2, എക്സെട്ര xn. അതിൽ എക്സ് ബാർ കാണുന്നുണ്ടെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ബാർ ഡിവൈഡ് ബൈ n. അതായത് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം തമ്മിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ വന്നിട്ടുള്ളത് 4, 5, 7, 3, 6 ഈ എല്ലാ നമ്പറും തമ്മിൽ ഹലോ സൗണ്ട് കട്ടായി. അപ്പൊ നമുക്ക് സെൻട്രൽ ടെൻഡൻസിയിൽ ആണുള്ള 3 കേസ്, 3 മീൻ, മീഡിയൻ, മോഡ്. അപ്പൊ മീൻ തന്നെ നമുക്ക് 3 തരത്തിൽ കാണാൻ പറ്റും. എന്ന് വെച്ചാല് ഒന്ന് തന്നിരിക്കുന്നത് സാധാരണ ഒബ്സർവേഷൻ, അതായത് 1, 2, 3 നമ്മളെ കുറച്ച് നമ്പർ ഇട്ട് മാത്രം ഒറ്റ ഒബ്സർവേഷൻ വേണ്ടി മാത്രം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ടു എൻ അല്ല സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ. അതായത് ഈ സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ്, ഐ എന്ന് പറയുന്നത് വാല്യൂസ് 1, 2, 3 എക്സെട്ര ഇവിടെ കുറെ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പർ n ആവുന്നത് വരെ. n എന്ന് പറഞ്ഞ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ നോക്കി 5 എണ്ണമാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ n എന്ന് പറയുന്നത് 5 ആണ്. ആ എല്ലാ നമ്പറും നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്ന് ആഡ് ചെയ്യാം. അത് 4, 5ലേക്ക് ആഡ് ചെയ്യുക, 7 ആഡ് ചെയ്യുക, 3 ആഡ് ചെയ്യുക, 6 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 25 കിട്ടും. ആ 25നെ ഈ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ എക്സ് ബാർ. ഇത് സാധാരണ കേസിൽ സിമ്പിൾ മെത്തേഡ്. ഇത് ക്ലിയർ ആണോ? ഹലോ ക്ലിയർ ആണ്. ഹലോ ഹലോ ക്ലിയർ ആണ്. ക്ലിയർ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്. അപ്പൊ മീൻ കിട്ടി. ഈ രണ്ടാമത്തെ മെത്തേഡ്, 3 മെത്തേഡാണ് വരിക. നമുക്ക് ഫസ്റ്റ് മീൻ ഒബ്സർവേഷൻ വെറുതെ 1, 2, 3 നമ്പർ വന്നിട്ട് അതുപോലെ ചെയ്യുന്നു. ഈ നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷന്റെ കൂടെ, അതായത് x1, x2, എക്സെട്ര xn വരെയുള്ള ഓപ്ഷന്റെ കൂടെ അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. f1, f2, എക്സെട്ര fn വരെയുള്ള ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാനുള്ള ഇക്വേഷൻ ആണ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എൻ ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ. അതായത് ഇവിടെ നമ്മൾ ഈ ഓരോ ഫ്രീക്വൻസി, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇക്വേഷൻ ആണ് ഫ്രീക്വൻസി ബേസ്ഡ് മീൻ എന്ന് പറഞ്ഞാൽ x1, x2, എക്സെട്ര xn ഉണ്ടായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി യൂണിറ്റ് ആയിരിക്കും f1, f2, എക്സെട്ര fn വരെ. അതായത് 2 ഒബ്സർവേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. എക്സ് ആയിട്ടും ഇവിടെ എക്സാമ്പിൾ പറയുന്നത് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഇത്രയും നമ്പർ തന്നിട്ടുണ്ട്, അതുപോലെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നിട്ടുണ്ട്.
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഫ്രീക്വൻസി ഉള്ള കേസ് ആണ്, അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. സിഗ്മ എഫ് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ എൻ. ഇതിൽ എൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ഫ്രീക്വൻസി ഇവിടെ 3, 5, 7, 4, 1 ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടലാണ് നമ്മുടെ ക്യാപിറ്റൽ എൻ 20. ഇനി സിഗ്മ എഫ് എക്സ് കാണുന്നുണ്ടെങ്കിൽ അടുത്ത കോളം നമുക്ക് എഫ് ഇൻറ്റു എക്സ് കോളം കാണാം. എഫ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്കോറിൽ വരുന്ന ഫസ്റ്റ് നമ്പർ 10 ഇൻറ്റു 3 ഈക്വൽ ടു 30. അതുപോലെ 15 ഇൻറ്റു 5 ഈക്വൽ ടു 75. 20 ഇൻറ്റു 7 ഈക്വൽ ടു 140. 25 ഇൻറ്റു 4 ഈക്വൽ ടു 100. 30 ഇൻറ്റു 1 ഈക്വൽ ടു 30. എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഇതെല്ലാം നമുക്ക് സമ്മേഷൻ അല്ലേ പറയണം. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഈ മൾട്ടിപ്ലൈ ചെയ്ത എല്ലാ ഡാറ്റയും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റ് കിട്ടി 375 കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. എഫ് എക്സ് നമുക്ക് കിട്ടിയേക്കാണ് 375, എൻ എന്ന് പറയുന്നത് 20. അപ്പോൾ 375 ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 18.75 കിട്ടി. അപ്പൊ ഇത് രണ്ടാമത്തെ മെത്തേഡ്. അതിൽ ഫ്രീക്വൻസി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ ടോട്ടൽ ഡിവൈഡ് ബൈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ. എക്സ് എന്ന ഒബ്സർവേഷനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു കോൾ ഉണ്ടാക്കുക, അതേ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ക്ലിയർ ആണത്? ഇനി മൂന്നാമത്തെ മെത്തേഡ് മീൻ കാണാൻ തന്നെയാണ്. മൂന്നാമത്തെ മെത്തേഡ് പറയുന്നത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് നോക്കിയേ. സ്കോർ റേഞ്ച് എന്ന് പറയുന്നത് ഒരു റേഞ്ചിനുള്ളിലെ വാല്യൂസ് ആണ് നൽകുന്നത്. അതായത് 0 to 10 ഫ്രീക്വൻസി 4 എണ്ണം, 4 പ്രാവശ്യം 0 to 10 4 നമ്പർ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ 10 to 20 6 വരെ ആവർത്തിക്കുന്നുണ്ട്. 20 to 30 8 ആവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഫ്രീക്വൻസിയും അതിന്റെ ഒരു റേഞ്ച് തന്നിട്ടുണ്ടാവും. ഈ റേഞ്ച് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മിഡ് പോയിന്റ് കാണും. മിഡ് പോയിന്റ് കാണുന്ന വെച്ചാൽ ഈ റേഞ്ചിൽ ഫസ്റ്റ് വരുന്നത് ലോവർ അപ്പോ സ്കോർ റേഞ്ചിൽ ഇത് ഈ സൈഡിൽ വരുന്ന ലോവർ ലിമിറ്റ്, ഇപ്പുറത്ത് വരുന്നത് അപ്പർ ലിമിറ്റ്. ഈ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് മിഡ് പോയിന്റ് കിട്ടും. അതായത് 0 + 10 അപ്പൊ 10 കിട്ടും. 10 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഹലോ അപ്പൊ 0 + 10 ഡിവൈഡ് ബൈ 2 ചെയ്ത് നമുക്ക് 5 കിട്ടും. ഇനി അടുത്ത നമ്പർ എടുക്കാം. 10 + 20 10 + 20 30. 30 ഡിവൈഡ് ബൈ 2 ചെയ്ത് നമുക്ക് 50 കിട്ടും. അതുപോലെ ഓരോ ക്ലാസ് ഇന്റർവെല്ലും സെറ്റ് ചെയ്തതുപോലെ ഇടാം. അപ്പൊ 0 to 10 by 2 5 കിട്ടി. 10 to 20 50. 20 to 30 25 കിട്ടും. 30 to 40 ഡിവൈഡ് ബൈ 2 75. അങ്ങനെ നമുക്ക് ഈ ഒരു കോളം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മിഡ് പോയിന്റ് വെച്ചുകൊണ്ട്. ഇനി ഇപ്പൊ കിട്ടുന്നതാണ് നമ്മുടെ എക്സ്. ഇതാണ് നമ്മുടെ എക്സ്. ഇവിടെ നമുക്ക് എക്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു ക്ലാസ് ഇന്റർവെല്ലിനുള്ള വാല്യൂ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? മിഡ് പോയിന്റ് കണ്ടുകൊണ്ട് ഒരു എക്സ് വാല്യൂ സെറ്റ് ചെയ്യാം. ഓരോ എക്സ് വാല്യൂ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മിഡ് പോയിന്റ് കാണുന്നുണ്ടെങ്കിൽ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മിഡ് പോയിന്റ് കിട്ടും. ആ മിഡ് പോയിന്റ് ഈ എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഫ് ഇൻറ്റു എക്സ് അടുത്ത കോളം സെറ്റ് ചെയ്യും. അപ്പൊ 4 × 5 20. 6 × ഓക്കെ, ഇവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. മിഡ് പോയിന്റ് കേട്ടില്ലേ? ഇനി അടുത്തത് എഫ് ഇൻറ്റു എക്സ്. നേരത്തെ ചെയ്ത പോലെ ഈ എഫും ഈ എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ എലമെന്റും മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ കോളം സെറ്റ് ചെയ്ത് ഇടുക. അതിനെ ഓരോത്തിനും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. 20 + 90 200 270 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര കിട്ടും. ഇതേ ഡിവൈഡ് ബൈ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ. അപ്പൊ നമുക്ക് എക്സ് ബാർ കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ മീനിന്റെ മൂന്ന് തരത്തിലുള്ള മീൻ കണ്ടു. ഒന്ന് സാധാരണ നമ്പേഴ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിഗ്മ എക്സ് ഐ ഡിവൈഡ് ബൈ സ്മോൾ എൻ വെച്ച് ചെയ്യുക. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആയിരിക്കും. എഫും എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ സിഗ്മ എഫ് എക്സ് കിട്ടും. അത് ഡിവൈഡ് ബൈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫ്രീക്വൻസി ബേസ്ഡ് മീൻ കിട്ടും. ഇനി വരുന്നത് കണ്ടിന്യൂസ് എന്നുള്ള കേസാണ്. കണ്ടിന്യൂസ് വരുമ്പോൾ നമുക്ക് ഒരു ഇന്റർവെല്ലിനുള്ളിലായിരിക്കും തന്നിരിക്കുന്ന എക്സ് വാല്യൂ. ആ ഇന്റർവെല്ലിൽ നിന്ന് നമുക്ക് എക്സ് വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മിഡ് പോയിന്റ് കിട്ടും. നേരത്തെ ചെയ്തതുപോലെ തന്നെ എഫ് ഇൻറ്റു എക്സ് കാണാം. അതിന്റെ ടോട്ടൽ ഡിവൈഡ് ബൈ
ഇതുപോലെ തന്നെ മീഡിയന് നമുക്ക് 3 തരത്തിൽ കാണാൻ പറ്റും. മീഡിയൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന വാല്യൂസ് നേരത്തെ തന്ന പോലെ x1 x2 എക്സെട്ര xn വരെയുള്ള വാല്യൂബിൾസ് ഉണ്ടായിരിക്കും. അതിനെ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഹലോ, അപ്പൊ മീഡിയം കാണാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഡാറ്റേനെ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ എടുക്കുമ്പോൾ 3, 5, 7, 9, 11 ഈ തന്നിരിക്കുന്ന ഡാറ്റനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാം ആദ്യം. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് അതിൽ വരുന്ന മിഡ് വാല്യൂ എന്താണ്? ഇപ്പോൾ ഈവൺ നമ്പർ ആണ് നമ്മൾ നമ്പർ. ഇപ്പോൾ എക്സാമ്പിൾ ഈ ഓഡ് നമ്പർ ആണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ, അതായത് 3, 5, 7, 9, 11. ഇതിൽ നമുക്ക് 1, 2, 3, 4, 5 വാല്യൂ ആണുള്ളത്. 5 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അപ്പൊ ഓഡ് നമ്പർ ആണ് നമ്മുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ മീഡിയം കാണാനായിട്ട് അതിന്റെ മിഡിലെ വാല്യൂ എടുത്താൽ മതി സാധാരണ കേസിൽ. അപ്പൊ നമുക്ക് 7 കിട്ടും. ഈ ഈവൺ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 6 ഡിജിറ്റ് ഉണ്ട്. ഈ 6 ഡിജിറ്റില് സെന്ററിൽ വരുന്ന 2 ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് മീഡിയം കിട്ടും. സിമ്പിൾ കേസിൽ മീഡിയം കാണാം. മീഡിയം കാണാനായിട്ട് തന്നിരിക്കുന്ന ഡാറ്റയെ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതാം. എന്നിട്ട് അതിൽ ഓഡ് നമ്പർ ആണ് നമുക്ക് കിട്ടുന്ന നമ്പർ. ഓഡ് നമ്പർ ആണെന്നത് n എന്ന് പറയുന്നത് ഇവിടെ ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ മീഡിയൻ അതിന്റെ സെൻട്രൽ വാല്യൂ എടുക്കാം. n എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ മിഡിൽ വരുന്ന 2 വാല്യൂ തമ്മിൽ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ നമുക്കൊരു മീഡിയം കിട്ടും. ഇത് സാധാരണ കേസ്. ഇനി ഫ്രീക്വൻസി ബേസ്ഡ് കേസ് ആണെങ്കിൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. മീഡിയൻ ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് f ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ f ഇൻറ്റു h. ഇതിൽ L എന്ന് പറയുന്നത് ലോവർ ബൗണ്ടറി ഓഫ് ദ മീഡിയൻ ക്ലാസ്. ഒരു മീഡിയൻ ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ ലോവർ ബൗണ്ടറിയാണ് L എന്ന് പറയുക. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ആണ് N. ക്യാപിറ്റൽ F ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, സ്മോൾ f ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്, h എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെൽ. ഇത് എങ്ങനെ വരുന്നു നോക്കാം നമുക്ക്. ഇപ്പൊ നമുക്ക് നേരത്തെ തന്ന പോലെ ഫ്രീക്വൻസി ഉള്ള കേസ് ആണ്. ക്ലാസ് ഇന്റർവെല്ലും ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കേസിൽ നിന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം n/2 കണ്ടെത്തണം. അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് ആഡ് ചെയ്ത് 30 കിട്ടി. 30 ഡിവൈഡ് ബൈ 2 ചെയ്യാം. n/2 ചെയ്യാനാ പറഞ്ഞത്. ഇവിടെ കേസിൽ n/2 നമ്മുടെ n/2 ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കിട്ടി. ഫ്രീക്വൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഹലോ, അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഇവിടെ നമുക്ക് 30 കിട്ടിയിട്ടുണ്ട്. 30നെ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 50 കിട്ടി. ഇത് നമുക്ക് അടുത്ത കോളം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ 4 അങ്ങനെ തന്നെ എഴുതുക. പിന്നെ 4 താഴെ വരുന്ന 6 4ലേക്ക് ആഡ് ചെയ്തിട്ട് 10 ആക്കി എഴുതി. ഈ 10ലേക്ക് വീണ്ടും 10 ആഡ് ചെയ്യുമ്പോൾ 20 ആയി. അടുത്ത നമ്പർ 8 അത് ആഡ് ചെയ്യുമ്പോൾ 28, 2 ആഡ് ചെയ്യുമ്പോൾ 30. അതായത് CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയിലെ ഫസ്റ്റ് ഡിജിറ്റ് അങ്ങനെ തന്നെ എഴുതാം. പിന്നെ താഴെ വരുന്ന ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് താഴെ വരാം. ആഡ് ചെയ്ത് താഴെ വരുമ്പോൾ ഈ താഴെ വരുന്ന ഡിജിറ്റും നമ്മുടെ ഫ്രീക്വൻസിയും ഈക്വൽ ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസിയും താഴെ വരുന്ന ഡിജിറ്റും ഈക്വൽ ആയി വരും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് CF എഴുതാം. അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതാം. ക്ലിയർ ആണോ? ഇനി കൂടെ കിട്ടിയേക്കുന്ന n/2 എന്ന് പറയുന്നത് 50 ആണ്. ഇതിൽ ഏത് ക്ലാസ് ഇന്റർവെല്ലാണ് ഇരിക്കണം അറിയാൻ വേണ്ടിയിട്ട് 50 എവിടെ നോക്കാം. കൂടെ 50 വരുന്നത് ഈ 20 എന്നുള്ള ഈ ക്ലാസ് ഇന്റർവെല്ലിനുള്ളിലാണ് നമുക്ക് ഈ 15 വരുന്നത് അല്ലെ. 20-നുള്ളിലാണ് 15 വരുന്നത്. ഇതിന്റെ ക്ലാസ് ഇന്റർവെൽ മൊത്തം ഈ ഡാറ്റ നമുക്ക് ആവശ്യം. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് L എന്ന് പറയുന്നത് ഈ ക്ലാസ് ഇന്റർവെല്ല് എടുക്കുന്ന ക്ലാസ് ഇന്റർവെൽ 20 സെലക്ട് ചെയ്യാം. മുട്ടയോ അപ്പൊ ഈ ക്ലാസ് ഇന്റർവെല്ല് 20 to 30ലാണ് വരിക. ഇതിലെ ലോവർ ലിമിറ്റ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ L എന്ന് പറയുന്നത് ഈ 20 ആയിരിക്കും. നമുക്ക് L 20 എന്ന് കിട്ടി. നമ്മൾ എടുത്ത ക്ലാസ് ഇന്റർവെല്ലിൽ നമുക്ക് n/2 എവിടെയാണ് വരുന്നത്? n/2 50 ആണ്. അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് വരുന്നത് നോക്കാം. ആ വരുന്ന ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെല്ല്. ഇതില് ലോവർ ലിമിറ്റ് ആണ് നമുക്കിത് ക്ലാസ് ഇന്റർവെല്ലിൽ ലോവർ ലിമിറ്റ് 20.
ഇതാണ് നമ്മുടെ എല്ല്. എന്നെ നമുക്ക് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു 30 എന്നുള്ളത്. എഫ് എന്ന് പറഞ്ഞത് ഇതിന് ഉള്ളിലുള്ള ഫ്രീക്വൻസി. ഇതാണ് നമ്മുടെ എഫ്. ഇത് ക്യാപിറ്റൽ എഫ് മുകളിലത്തെ ഫ്രീക്വൻസിയും സ്മോൾ എഫ് ഇതിനുള്ളിലെ ഫ്രീക്വൻസി. ഇവിടെ ആദ്യം വരുന്ന ക്യാപിറ്റൽ എഫ് ആണ്. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഇതിന് മുകളിലത്തെ ഫ്രീക്വൻസി. അത് 20ക്ക് മുകളിൽ വരുന്ന ഫ്രീക്വൻസി 10 ആണ് ക്യാപിറ്റൽ എഫ്. ഇതിന് നേരെ വരുന്ന ഫ്രീക്വൻസി ആണ് സ്മോൾ എഫ്. ഇനി എച്ച് എന്ന് പറയുന്നത് ഇത് ക്ലാസ് ഇന്റർവൽ തമ്മിലുള്ള ഡിഫറൻസ്. അത് 20 10 തമ്മിലുള്ള ഡിഫറൻസ്, 20 30 തമ്മിലുള്ള ഡിഫറൻസ് 10. അടുത്തത് നോക്കിയാൽ 30 40 തമ്മിലുള്ള ഡിഫറൻസ് 10. അങ്ങനെ കോമൺ ക്ലാസ് ഇന്റർവൽ വരുന്നത് 10 ആണ്. അതാണ് നമ്മുടെ എച്ച്. ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ പറയുന്നത് L plus n/2 minus f divided by capital F divided by small f into h. അപ്പൊ L എന്ന് പറയുന്നത് 20, n/2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 15 ആയിരുന്നു. ആ 15 കൊടുക്കുക മൈനസ്, പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഫ്രീക്വൻസി ക്യാപിറ്റൽ ഫ്രീക്വൻസി 10 ആണ്, സ്മോൾ ഫ്രീക്വൻസി 10 ആണ്, അതുപോലെ h 10 ആണ്. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം ഈ ബ്രാക്കറ്റിനുള്ളിലോട്ട് സോൾവ് ചെയ്യാം. 15ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. 5/10 വന്നു. ഇനി 10ഉം ഈ 10ഉം ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി 5 വരും. ആ 5 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ 20ലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 25 എന്നുള്ള ആൻസർ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. ഇപ്പോ മീഡിയന്റെ 2 തരത്തിലുള്ള കിട്ടി. മീഡിയ ഇനി അടുത്തത് മോഡ്. മോഡ് എന്ന് പറയുന്നത് അപ്പിയർ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഇൻ എ ഡാറ്റ സെറ്റ്. ഒരു ഡാറ്റ സെറ്റിൽ കൂടുതൽ ടൈം ആവർത്തിച്ച് വരുന്നത് എന്താണോ അതാണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. ഒരു റോ ഡാറ്റ, അൺഗ്രൂപ്പ് ഡാറ്റ ആയിട്ട് കുറച്ച് ഡാറ്റ തന്നു. 2 4 5 7 7 8 10 എന്നുള്ള കുറച്ച് നമ്പർ തന്നു. ഇതിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന ഡാറ്റ അത് ഏതാണെന്ന് നോക്കാം. ഇതിൽ കൂടുതൽ ആവർത്തിക്കുന്നത് 7 ആണ്. 7 2 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മോഡ് ഈ ക്വസ്റ്റ്യനിലെ മോഡ് 7. ഇത് അൺഗ്രൂപ്പ് ഡാറ്റയാണ്. ഈ ഗ്രൂപ്പ് ഡാറ്റ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആവുമ്പോൾ നേരത്തെ കൊടുത്ത പോലെ ഒരു ഇക്വേഷൻ മോഡ് കാണാനുണ്ട്. L plus F1 minus F1 divided by 2 F1 minus F1 minus F2 into H. ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നു? നേരത്തെ കൊടുത്ത പോലെ L എന്ന് പറയുന്നത് ലോവർ ബൗണ്ടറി ഓഫ് ദ മോഡൽ ക്ലാസിന്റെ ലോവർ ബൗണ്ടറി ആണ് L എന്ന് പറയുന്നത്. F1 എന്ന് പറയുന്നത് മോഡൽ ക്ലാസ് ആണ്. F1 എന്ന് പറയുന്നത് അതിന്റെ മുന്നത്തെ മോഡൽ ക്ലാസ്. F2 എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള മോഡൽ ക്ലാസ്. H എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ. ഇതെങ്ങനെ വരും നോക്കണം. ഒരു ക്വസ്റ്റ്യൻ നേരത്തെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് ക്ലാസ് ഇന്റർവ്യൂൽ വന്നിട്ടുണ്ട്, ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഡിജിറ്റ് ഏതാണെന്ന് നോക്കാം. ഈ ഫ്രീക്വൻസിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നത് ഈ 12 ആണ്. ആ 12ന്റെ നേരെയുള്ള ക്ലാസ് ഇന്റർവ്യൂലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മോഡ് മീഡിയൻ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്ത് അതിന്റെ n/2 വരുന്നത് എവിടെയാണ് അതിനെ ബേസ് ചെയ്താണ് സെറ്റ് ചെയ്തത്. മോഡ് ആവുമ്പോൾ ഫ്രീക്വൻസി കൂടുതൽ ആവർത്തിച്ച് വരുന്നത് ഏതാണോ ആ ഇരിക്കുന്ന ആ ക്ലാസ് ഇന്റർവെല്ലാണ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ലോവർ ലിമിറ്റ് എന്തെന്ന് എടുക്കാം. ഇവിടുത്തെ ലോവർ ലിമിറ്റ് 20. ഇനി എഫ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി ഏതാണോ അത് 12. F1 എന്ന് പറയുമ്പോൾ അതിന് മുന്നത്തത്, F2 എന്ന് പറയുന്നത് അതിന് താഴത്തത്. അത് ഈ എടുക്കുന്ന ക്ലാസ് ലിമിറ്റിന്റെ മുന്നത്തത് F1, അതിന് താഴത്തത് F2. ഇനി ക്ലാസ് ഇന്റർവൽ എന്ന് പറയുമ്പോൾ നേരത്തെ കൊടുത്ത പോലെ ഇതിന് കോമൺ ഡിഫറൻസ് ആണ് ക്ലാസ് ഇന്റർവൽ. ഇതെല്ലാം കൂടി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 20 plus 12 minus 8 divided by 2 into 12 minus 8 minus 7 into 100 കിട്ടും. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ആദ്യം ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക, അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് ഡാറ്റ വരുമ്പോൾ നമുക്ക് 24.44 കിട്ടും. ക്ലിയർ ആണോ? ഹലോ ക്ലിയർ. ഹലോ ക്ലിയർ ആണ്. ഹലോ ഹലോ ക്ലിയർ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ പറയുന്നത് ക്ലിയർ ആവില്ല. ക്ലിയർ ആയിട്ട്. ഓക്കെ. ഇനി അടുത്തത് ഇതിപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞത് സെൻട്രൽ ടെൻഡൻസിയിലുള്ള കേസാണ് പറഞ്ഞത്. സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നതാണ് മീൻ, മീഡിയൻ, മോഡ്. ഇത് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ അണ്ടറിൽ വരുന്നതാണ് റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. അതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. ഇപ്പൊ ഇതില് റേഞ്ച് നോക്കാം.
പ്രോബ്ലങ്ങൾ പറയുമ്പോൾ വായിച്ചു പോകുന്ന പോലെ തോന്നുന്നുണ്ടോ? ഹലോ, പ്രോബ്ലംസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ വായിച്ചു പോകുന്ന ഒരു തോന്നുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, അത് മനസ്സിലാണ്. ഇനി റേഞ്ച് കാണാൻ ലൊക്കേഷൻ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ എന്നാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇപ്പോൾ സാധാരണ റേഞ്ച് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. കുറച്ച് നമ്പർ തന്നിട്ടുണ്ടാവും, അതിൽ ഏറ്റവും വലിയ വാല്യൂ സെലക്ട് ചെയ്യുക, അത് മാക്സിമം, അതിൽ ചെറിയ വാല്യൂ മിനിമം. റേഞ്ച് കാണുന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ഡിഫറൻസ് ചെയ്ത് നമുക്ക് റേഞ്ച് ചെയ്യും. റേഞ്ച് കാണാൻ സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന നമ്പർക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്നതിൽ മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും, മിനിമം നമ്പർ 5 ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 മൈനസ് 5 ചെയ്ത് നമുക്ക് 50 കിട്ടി. റേഞ്ച് സിമ്പിൾ ആണ്. ഇനി വരുന്നത് വാരിയൻസ്. വാരിയൻസിന്റെ ഇക്വേഷൻ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n. ഇവിടെ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഓഫ് വേരിയൻസ് ആണ്. xi എന്ന് പറയുന്നത് വാല്യൂസ് ഓഫ് ഡാറ്റ സെറ്റ് ആണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ, n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വേരിയൻസിന്റെ പോപ്പുലേഷൻ. തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേരിയൻസ്. അപ്പൊ എക്സാമ്പിൾ നോക്കാം. ഇവിടെ കുറച്ച് നമ്പർ തന്നിട്ടുണ്ട്, 2, 4, 4, 6, 8. ഇതിൽ നമുക്ക് എക്സ് ബാർ ആദ്യം കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ ആണ്. തന്നിരിക്കുന്ന നമ്പർ എല്ലാം കൂടി ആഡ് ചെയ്യുക, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എക്സ് ബാർ കിട്ടും. അപ്പൊ ഇതെല്ലാം നമ്പർ കൂടി ആഡ് ചെയ്തു, 24 കിട്ടി. അതിന് ഡിവൈഡ് ചെയ്തു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4.8 കിട്ടും. ഇതാണ് നമ്മുടെ മീൻ. ഇനി ഫസ്റ്റ് കോളം xi അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. തന്നിരിക്കുന്ന xi എന്താണോ അത് ഫസ്റ്റ് കോളത്തിൽ എഴുതാം. എന്നിട്ട് ഓരോ എക്സിൽ നിന്നും ഈ എക്സ് ബാർ കിട്ടിയേക്കുന്ന എക്സ് ബാർ ഓരോന്നും xi യിൽ നിന്നും മൈനസ് ചെയ്യാം. ഇപ്പൊ xi ഫസ്റ്റത്തെ വാല്യൂ 2. ഈ 2 നിന്നും 4.8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് 2.8. ഇതുപോലെ അടുത്തത് 4 മൈനസ് 4.8 ഈക്വൽ ടു മൈനസ് 0.8 കിട്ടും. അടുത്തത് 4 മൈനസ് 4.8 അതിന് റേറ്റ് വരാം. അടുത്തത് 6 മൈനസ് 4.8 1.2 കിട്ടും. ഇങ്ങനെ ഓരോ വാല്യൂ ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ കിട്ടി. തന്നിരിക്കുന്ന ഓരോ എക്സിൽ നിന്നും മീൻ കണ്ടെത്തിയ വാല്യൂവിനെ മൈനസ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ള കോളം കിട്ടും. ഇനി അടുത്ത കോളം എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടുകളുടെ എല്ലാം ടോട്ടൽ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അതായത് മൈനസ് 2.8ന്റെ ഹോൾ സ്കോർ ചെയ്യും. മൈനസ് 2.8 ഹോൾ സ്കോർ എന്ന് പറയുമ്പോൾ മൈനസ് 2.8 ഇൻറ്റു മൈനസ് 2.8 ഈക്വൽ ടു 7.84 കിട്ടി. ഇതേപോലെ ഓരോന്നും ഹോൾ സ്കോർ ചെയ്തിട്ട് താഴേക്ക് എഴുതാം. എന്നിട്ട് അതിന്റെ ടോട്ടൽ കാണാം. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നു, എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n. അപ്പൊ എക്സ് ബൈ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ നമ്മൾ കണ്ടു, അതിന്റെ ടോട്ടൽ കണ്ടു. n എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ n ആണ്, 5 ആണ് n എന്ന് പറയുന്നത്. n ഈക്വൽ ടു 5. ആൻസർ 20.8 ഡിവൈഡ് ബൈ 5 ചെയ്ത് നമുക്ക് 4.16 കിട്ടും. ഇങ്ങനെയാണ് നമ്മ വാരിയൻസ് കണക്കാം. വാരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് ഇതിപ്പോ സാധാരണ ഇന്റർവെൽ ഫ്രീക്വൻസി തരാത്ത കേസ്, ഫ്രീക്വൻസി ഉള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻസി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അത് സ്കോർ ചെയ്ത വാല്യൂ അത് തന്നെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടായിരിക്കും. എഫിന്റെ എക്സ് കണ്ടിട്ട് എക്സ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും. നമ്മൾ നേരത്തെ ഫ്രീക്വൻസി ഉള്ള കേസിൽ മീൻ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ എക്സ് ബാർ ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു എക്സിന്റെ വാരിയബിളിന്റെ സമ്മുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്തിട്ട് ഇതിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 5.33 കിട്ടി എക്സ് ബാർ എന്നുള്ളത്. ഇതാണ് നമ്മുടെ എക്സ് ബാർ. അടുത്തത് നമ്മൾ എക്സ് അങ്ങനെ തന്നെ എഴുതി, ഫ്രീക്വൻസി അങ്ങനെ തന്നെ എഴുതി. ഇതിന് ശേഷം ഓരോ എക്സിൽ നിന്നും ഇപ്പൊ കിട്ടിയ മീൻ മൈനസ് ചെയ്യാം. അതായത് ഈ 5.33 ഈ 2 നിന്നും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 3.33 കിട്ടും. പിന്നെ അടുത്ത നമ്പർ 4 നിന്നും 5.5 മൈനസ് ചെയ്യുമ്പോൾ അടുത്ത കാലം അങ്ങനെ ആ കോളം ഫുൾ ചെയ്യാം. അതിനുശേഷം ഇപ്പൊ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ കിട്ടി, ഇതിന്റെ സ്ക്വയർ ചെയ്യുക, അടുത്ത കോളായി. നേരത്തെ ചെയ്ത പോലെ എക്സ് മൈനസ് എക്സ് ബാറിന്റെ ഹോൾ സ്ക്വയർ ചെയ്തു. ആ ഡാറ്റേനെ ഫ്രീക്വൻസി കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈ 3 കൊണ്ട് ഈ ഡാറ്റേനെ മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത കോളം സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ടോട്ടല് ഡിവൈഡ് ബൈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ, അതാണ് നമുക്ക് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, സിഗ്മ എഫിന്റെ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. ആ ഡാറ്റ ഡിവൈഡ് ബൈ 50 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിഗ്മ സ്ക്വയർ കിട്ടി. ക്ലിയർ ആണോ?
ആ ഹലോ. ക്ലിയർ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അടുത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇപ്പൊ നമ്മൾ വാരിയൻസ് കണ്ടു, വാരിയൻസിന്റെ ഫ്രീക്വൻസി ഉള്ള കേസും ഫ്രീക്വൻസി ഇല്ലാത്ത കേസും കണ്ടു. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇപ്പൊ നമ്മുടെ ഇക്വേഷന് റൂട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിഗ്മ സ്ക്വയർ ആണ് നമ്മുടെ വാരിയൻസ് എന്ന് പറയുന്നത്. ഈ സിഗ്മ സ്ക്വയർക്ക് റൂട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. അത് ഈ സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് റൂട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ ഇങ്ങനെ വരാം. ഇതിനുള്ളിൽ എന്ത് ചെയ്യും, റൂട്ട് വരും. അപ്പം നമുക്ക് കൊടുത്ത സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എന്നിന് റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. ക്ലിയർ ആണോ? ഇതിനൊരു എക്സാമ്പിൾ ചെയ്ത പോലെ തന്നെ എക്സാമ്പിൾ ചെയ്തു, നമുക്ക് മീൻ വാരിയൻസ് കിട്ടി. അത് ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം നമുക്ക്. ഇപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നമുക്ക് ഫ്രീക്വൻസി ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എവിടെ വരെ ചെയ്യണം, ഇവിടെ വരെ ചെയ്യണം. നമുക്ക് ഇക്വേഷൻ കിട്ടി, സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ് വരെ കിട്ടി. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 6.22 എന്ന് കിട്ടി. ഇതിന് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. ഇതാണോ? അപ്പൊ സാധാരണ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരും. ഹലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ട് ഇപ്പൊ വാരിയൻസിന്റെ ഈ സെയിം ക്വസ്റ്റൻ തന്നെ ഇൻഡിവിജ്വൽ വാല്യൂസ് ആയിട്ട് തരുമ്പോൾ അതിന് നമുക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെ വരെ നമുക്ക് ചെയ്യാം. ഇവിടെ വരെ ആൻസർ കിട്ടി നമുക്ക്. ഇതിന്റെ കൂടെ ഇതിന് റൂട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. റൂട്ട് ഓഫ് 4.16 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. ഫ്രീക്വൻസി ഇല്ലാത്ത കേസ്. ഇനി ഫ്രീക്വൻസി ഉള്ള കേസ് ആണെങ്കിൽ ഇതുപോലെ ചെയ്തു ആൻസർ നമുക്ക് കിട്ടി. നമുക്കിവിടെ കിട്ടിയ ആൻസർ ഇവിടെ വരെ മുന്നത്തെ സ്റ്റെപ്സ് എല്ലാം തന്നെ 6.22 ചെയ്തിട്ട് അതിന് റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. ഹലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്ലിയർ ആണോ? ഒന്നും കൂടി എന്താ പറയാൻ പറ്റുക? ഇനി അടുത്ത് വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്, IQR. അത് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഹലോ. അടുത്ത് വരുന്നതാണ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ചിലാണ് ഇക്വേഷൻ Q3 മൈനസ് Q1 ആണ് ഇന്റർ ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. ഇതിൽ Q2 Q1 Q2 Q3. Q2 എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ മീഡിയൻ നമുക്ക് 3 ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് Q2. ഇതിൽ ഇന്റർ ക്വാർട്ടൈൽ ഇക്വേഷൻ ആണ് Q3 മൈനസ് Q1. Q3 ഇക്വേഷൻ വരുന്നത് Q1 ആണ് കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റനെ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതണം. Q2 നമ്മൾ എങ്ങനെ കാണാം, മീഡിയൻ എങ്ങനെ കാണാന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഡാറ്റനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, എന്നിട്ട് അതിൽ മീഡിയൻ വാല്യൂ എടുക്കുക. അങ്ങനെയാണ് നമ്മൾ Q2 കാണാം. രണ്ടാമത്തെ കേസ് n+1 ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് നമുക്ക് Q2 കാണാം. ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 3, 3, 6, 9 ഉണ്ട്. അപ്പൊ Q2 ഈക്വൽ ടു n+1 ഡിവൈഡ് ബൈ 2. n എന്ന് 9 ആണ്. 9+2 10, 10 ഡിവൈഡ് ബൈ 2. 10 ഡിവൈഡ് ബൈ 2 5. അപ്പൊ ഇവിടുത്തെ 5th എലമെന്റ് ആണ് ഇവിടുത്തെ Q2. തന്നിരിക്കുന്നതിൽ 5
ഹലോ. ആ കേൾക്കുന്നു. അപ്പൊ Q2 കാണാനായിട്ട് n പ്ലസ് ഡിവൈഡ് ബൈ 2 എടുക്കുക. സെൻട്രൽ 10 ആണ് കിട്ടിയത്. 10 ഡിവൈഡ് ബൈ 2 നമുക്ക് 50 കിട്ടി. ഫിഫ്ത്ത് എലമെന്റ് ഏതാന്ന് നോക്കാം. ഇവിടെ 20 ആണ് ഫിഫ്ത്ത് എലമെന്റ്. അപ്പൊ Q2 എന്ന് പറയുന്നത് 20 കിട്ടും. ഇനി ഇതിന്റെ ഇപ്പുറത്തോട്ട് വരുന്നത് Q. ഈ 20 മിഡിൽ നിൽക്കുന്ന 20 ലെഫ്റ്റിലോട്ട് വരുന്ന Q1 റൈറ്റിലോട്ട് വരുന്നത് Q3 ആയിരിക്കും. അപ്പൊ Q1 എന്ന് പറയുമ്പോൾ ഇതിന്റെ മിഡിൽ ലെഫ്റ്റിന്റെ മിഡിലാണ് Q1 എന്ന് പറയുന്നത്. ലെഫ്റ്റിന്റെ മിഡിൽ എന്ന് പറയുമ്പോൾ 12ഉം 15 തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് നമ്മുടെ Q. അതുപോലെ 20ക്ക് റൈറ്റിൽ വരുന്ന 4 ഡിജിറ്റിൽ സെൻട്രൽ വാല്യൂ വരുന്നത് 25, 30. ഇത് തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്ത് നമുക്ക് 27.5 കിട്ടും. ഇനി Q3 മൈനസ് Q1 കാണണമെങ്കിൽ ഈ 27 മൈനസ് 0.5 മൈനസ് 30.5 ചെയ്തെന്ന് കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഡീവിയേഷൻ. അതായത് Q2 ഇന്റർ ടോട്ടൽ ഡീവിയേഷൻ. ഇത്രവരെ ക്ലിയർ ആണോ? ആ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ. ഇല്ല, ക്ലിയർ ആണ്. ഏതെങ്കിലും ഭാഗം വീണ്ടും പറയണമെന്നുണ്ടോ? ഹലോ. പക്ഷെ ഇന്റർ റേഞ്ചിന്റെ അതിന്റെ മുമ്പത്തെ ടോപ്പിക്, ഇന്റർ ടോട്ടൽ റേഞ്ച് പക്ഷെ അതിന്റെ മുമ്പത്തെ ക്ലിയർ ആയില്ല. അതിന്റെ മുമ്പ് അതിന്റെ ജസ്റ്റ് മുമ്പ് ഹലോ, ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റിയില്ല. ആ ടോപ്പിക്കിന്റെ ജസ്റ്റ് മുമ്പത്തെ ടോപ്പിക്. ഇന്റർ ടോട്ടൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ? സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചാൽ വാരിയൻസിന്റെ കേസ് നമുക്ക് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു ഈ ഒരു ടേമാണ് വാരിയൻസിന്റെ കേസ്. ഇതില് ഈ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നതാണ് വാരിയൻസ്, സിഗ്മ എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇതിൽ സിഗ്മ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്വയർ നിങ്ങൾ റൂട്ടായിട്ട് കൊടുത്താൽ പോരെ. ഈ സ്ക്വയർ അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് ആവും. അപ്പൊ നമുക്ക് സിഗ്മ കിട്ടി. അപ്പൊ സിഗ്മയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഹലോ, ഉള്ളവരാണെങ്കിൽ പോകും, കറക്റ്റായി പോകും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മനസ്സിലായോ? സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ സിഗ്മയാണ്, വാരിയൻസ് എന്ന് വെച്ചാൽ സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയർ ആണ് വാരിയൻസ്, സിഗ്മയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നമുക്ക് സിഗ്മ കാണുന്നുണ്ടെങ്കിൽ ഈ റൂട്ടിനെ ഈക്വലിന് അപ്പുറത്തോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്ക്വയർ റൂട്ടായി. സ്ക്വയർ റൂട്ട് ഓഫ് x മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എക്സ്. സെയിം ഇക്വേഷൻ തന്നെ റൂട്ട് കൊടുത്തു കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. ഹലോ. ഹലോ. കേൾക്കുന്നുണ്ട്. ഹലോ. കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്.
ഹലോ ആ മിസ് കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ ആ മിസ് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നു. സ്ക്രീൻ ഇടയ്ക്ക് നെറ്റ് കംപ്ലൈന്റ് വരെ പോകുന്നു ഇടയ്ക്കിടയ്ക്ക്. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ക്ലിയർ ആണോ? ആ ഇനി ഇത്രയാണ് ടോപ്പിക്കിന് നോക്കിയിരിക്കുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി ഏതെങ്കിലും ആ ഡൗട്ട് മിസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. മിസ് ഈ നോട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? നോട്ടല്ലേ? ആ 1 മിനിറ്റ് നോക്കട്ടെ. ആ ഹലോ അദ്വൈത്. ഹലോ മിസ് കേൾക്കുന്നുണ്ടോ? ഹലോ മിസ് കേൾക്കുന്നുണ്ട്. ഹലോ മിസ് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. നോട്ട് ഞാൻ സാറോട് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് തരാം കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട്. ആ ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.